അസ്സലാമു അലൈക്കും. ഷാനുക്ക നാളെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനും വന്നോട്ടെ? മാമനും ആദ്യം ഇല്ലേ ജിനു? പിന്നെ നീ വന്നാൽ മാമ ഒറ്റയ്ക്കായി പോവില്ലേ? ഉമ്മ നാളെ ഇവിടെ ഉണ്ടാവില്ല, എളാപ്പയുടെ വീട്ടിൽ പോവും. അപ്പോൾ ഞാൻ വരണ്ടല്ലേ? വേണ്ട, എൻ്റെ മോള് ഇവിടെ ഇരുന്നാൽ മതി. അവളെ കവിളിൽ നിന്ന് പിച്ചിക്കൊണ്ടവൻ പറഞ്ഞു. എങ്കിലും ഞാൻ ഉപ്പാനോട് പറയട്ടെ? എന്തിനാ മോളെ വെറുതെ ഉപ്പാനെ ബുദ്ധിമുട്ടിക്കുന്നത്? മാമനും ആദ്യം മതി. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ഞാൻ ഉപ്പാനെ വിളിച്ചോളാം. ആയിക്കോട്ടെ സാർ. പൊണ്ടാട്ടി പോയോ? റൂമിലേക്ക് എത്തി നോക്കി സ്വകാര്യം പോലെയാണ് അവൻ്റെ ചോദ്യം. പോയി. എന്തായി? നിങ്ങളെ പിണക്കം മാറിയോ? അതൊക്കെ മാറി. സാറിനോടുള്ള ഇഷ്ടം ഭ്രാന്തായതാ അവൾക്ക്. വേറൊന്നും കുഴപ്പമില്ല. അതിൻ്റെ ഭാഗമായിട്ടാ നേരത്തെ എനിക്ക് കിട്ടിയ അടി. നിങ്ങളൊന്ന് സൂക്ഷിച്ചോട്ടോ. രണ്ടാളും എവിടെയെങ്കിലും പോകുമ്പോൾ അറിയാതെ പോലും മറ്റൊരു പെൺകുട്ടിയെ നോക്കി പോണ്ട. പിന്നെ ഈ ജന്മം സുഖം ഉണ്ടാവില്ല സാറിന്. അത് കേട്ട് ഷാനു അവനെ എന്ന് നോക്കി. പിറ്റേന്ന് ഷാനുവിന് ഹോസ്പിറ്റലിൽ പോവേണ്ട ദിവസമായതുകൊണ്ട് അന്ന് പതിവിന് നേരത്തെ എണീറ്റ് എന്നും ചെയ്യുന്ന പ്രഭാത കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോഴേക്കും ജീനു അവന് കഴിക്കാനുള്ളത് എല്ലാം കൊടുത്തു. രാവിലെ കഴിക്കേണ്ട മെഡിസിനും കഴിച്ചു. ഇന്നലെ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചപ്പോൾ 8 മണിയോടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. ആദി, നീ പോയി കാറിൻ്റെ ഡോർ തുറന്നു വെച്ചു. അപ്പോഴേക്കും മാമൻ റൂമിലേക്ക് കയറി വന്നു. ആദി, നീ ആ ചാവി ഇങ്ങ് തന്നേക്ക്, ഞാൻ പോയി കാർ തിരിച്ചിടാം. അപ്പോഴേക്കും നീ ഷാനുവിനെ എടുത്ത് താഴേക്ക് വന്നാൽ മതി. സാറ് ഓക്കെ അല്ലേ? പോയാലോ? പോവാം. റൂം ലോക്ക് ചെയ്യണ്ടല്ലോ? വേണ്ട, ജിനു ഇവിടെ ഉണ്ടല്ലോ. ആദ്യം ഷാനുവിനെ എടുത്ത് താഴേക്ക് ഇറങ്ങുമ്പോൾ ഷാഹി ആളിൽ കൂടി പതിയെ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ആദി. ഇന്നലെ മുതൽ അവൻ എണ്ണപ്പാത്തിയിലല്ലേ? ഷാനുവിനെ കാറിലേക്ക് ഇരുത്തിയതിനു ശേഷം ആദി പറഞ്ഞു. എണ്ണപ്പാത്തിയിലോ? എനിക്ക് മനസ്സിലായില്ല. എൻ്റെ സാറേ, ഇന്നലെ മുതലേ അവനെ കുഴമ്പിട്ട് കൊടുത്തും തടവി കൊടുത്തും ഉമ്മ ചികിത്സിച്ചു കൊണ്ട് നടക്കല്ലേ? ഓ, അതാണോ നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇതിനൊക്കെ എന്താ പറയേണ്ടത്? മോൻ എത്ര തെറ്റ് ചെയ്താലും അവനെ ന്യായീകരിച്ച് സംസാരിക്കാനും അവന് പിന്നാലെ നടന്ന് ചികിത്സിക്കാനും ഇതുപോലെ ഓരോ അമ്മമാർ മുമ്പിലുണ്ടെങ്കിലേ മക്കൾക്ക് തെറ്റ് ചെയ്യാൻ ആവേശം കൂടുമല്ലോ. ഇടയ്ക്ക് നീ ഒന്ന് ജിനുവിനെ വിളിച്ച് നോക്കണം കേട്ടോ. ഉമ്മ ഇന്ന് അവിടെ ഉണ്ടാവില്ല. വിളിക്കുമ്പോൾ എൻ്റെ ഫോണൊന്ന് ചാർജിലിടാനും പറയണം. ഞാൻ ഫോൺ എടുത്തിട്ടില്ല. വരുമ്പോൾ അവളോട് പറയാൻ മറന്നുപോയി. അത് ഞാൻ പറഞ്ഞോളാം. അന്ന് ഡ്രൈവ് ചെയ്തത് മാമനായിരുന്നു. ആദി അവൻക്ക് അരികിലിരുന്നു. പുറത്തേക്ക് എറിയുമ്പോൾ വല്ലാത്തൊരു സമാധാനമുണ്ട് ആദി. ഇന്ന് ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് നല്ല വാർത്ത കേൾക്കാം. ഇനി അധിക ദിവസമൊന്നും ഈ കിടപ്പ് കിടക്കേണ്ടി വരില്ല. ഡ്രൈവ് ചെയ്യുന്നത് മാമനായതുകൊണ്ട് പതുക്കെയായിരുന്നു പോയത്. ഒത്തിരി സമയമായില്ലേ മാമി അവർ പോയിട്ട്? കാണുന്നില്ലല്ലോ. ഞാനൊന്ന് ആദ്യം വിളിച്ച് നോക്കിയാലോ? കുറച്ച് മുൻപല്ലേ നീ വിളിച്ചത് നീനു? ആദ്യം പറഞ്ഞത് ഡോക്ടർ ഷാനുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഹോസ്പിറ്റലിൽ പോയാൽ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല, പ്രത്യേകിച്ച് അവൻ്റെ കാര്യത്തിൽ. നീ വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. സമയം 1 മണി കഴിഞ്ഞു. എനിക്ക് വിശപ്പില്ല മാമി. മാമി കഴിച്ചോ? ഞാൻ ഷാനുക്ക വന്നിട്ട് കഴിച്ചോളാം. എനിക്ക് കൂടെ പോയാൽ മതിയായിരുന്നു. ഇവിടെ നിന്നിട്ട് ഒരു സമാധാനമില്ല. ഞാൻ ഒന്നുകൂടെ ആദ്യം വിളിച്ച് നോക്കട്ടെ. അവളിൽ ടെൻഷനും അവളിൽ കാണുന്ന ഒരു പ്രത്യേക തരം വെപ്രാളവും മാമി ചെറുചിരിയോടെയാണ് നോക്കിക്കണ്ടത്. ഷാനു ഹോസ്പിറ്റലിൽ പോയത് മുതൽ അവളെ ചിന്ത ഇവിടെയൊന്നുമല്ല, ജോലി ചെയ്യുന്നുണ്ട് എന്നേ ഉള്ളൂ. മനസ്സ് മുഴുവനും അവൻ്റെ അരികിലാണ്. എന്തേ നീ വിളിച്ചിട്ട് ആദ്യം കോൾ എടുക്കുന്നില്ലേ? ഇല്ല. എൻ്റെ ജിനോ, അവൾ വരുന്നുണ്ടാവും. നീ വന്ന് വല്ലതും കഴിക്ക്. എനിക്ക് വിശപ്പില്ല. നിങ്ങൾ കഴിച്ചോ? എങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനാ ഒറ്റയ്ക്ക് കഴിക്കുന്നത്? അവർ വന്നിട്ട് കഴിക്കാം. മൊബൈലും പിടിച്ച് ജിനു ഉമ്മറത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇടയ്ക്കിടെ നോട്ടം ഗേറ്റിന് നേരെ പോകുന്നുണ്ടെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇനിയിപ്പോൾ കാലിൽ നീര് വന്നത് കാരണം അഡ്മിറ്റ് എങ്ങാനും ചെയ്ത് കാണോ? പഠിച്ചോനെ, ഇവിടെ നിന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ. ഞാനൊന്ന് മാമനെ വിളിച്ച് നോക്കട്ടെ. മാമനെ വിളിച്ച് ഫോൺ ചെവിയേതും ചേർത്ത് വെക്കുമ്പോഴാണ് ഗേറ്റിന് മുന്നിൽ നിന്നും കാറിൻ്റെ ഹോണിൻ്റെ ശബ്ദം കേട്ടത്. കോൾ കട്ടാക്കി അവൾ വേഗം ഓടിപ്പോയി ഗേറ്റ് തുറന്നു കൊടുത്തു. എന്നെ വിളിച്ചിട്ട് കോൾ എടുക്കാത്തത് കൊണ്ടാവും സാറിൻ്റെ ഭാര്യ ഗേറ്റിന് മുമ്പിൽ കാവൽ നിൽക്കുന്നത്. അവൾ ഓടി വന്ന് ഗേറ്റ് തുറക്കുന്നത് ഷാനു ശ്രദ്ധിച്ചിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞില്ല അതെ കോൾ എടുത്ത് സംസാരിക്കാൻ? ഓ, ഇപ്പോൾ എനിക്കായ കുറ്റം. ഇന്ന് ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം എൻ്റെ ഫോണിലേക്ക് എത്ര തവണ അവൾ വിളിച്ചു എന്നറിയോ? ഒരു 20 തവണ.
അത് കേട്ട് ഷാനു അവനെ അത്ഭുതത്തോടെ നോക്കി. അത്ഭുതപ്പെടേണ്ട, കോൾ ലിസ്റ്റ് വേണമല്ലേ, ഞാൻ കാണിച്ചു തരാം. ദേ, ഇനി അടുത്ത തവണ പോകുമ്പോൾ അവളെയും കൂടെ കൂട്ടിക്കോ. ഇല്ലെങ്കിലേ എനിക്ക് കോളെടുത്ത് സംസാരിക്കാനേ സമയം കാണൂ. മോനെ, സംസാരം ഇനി റൂമിൽ പോയിട്ട് ആവാം. നീ അവനെ എടുത്ത് റൂമിൽ കൊണ്ടുപോയി കിടത്ത്. അവർ ഇറങ്ങുന്നത് നോക്കി ജിനു കാറിൻ്റെ ഡോറരിനയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എൻ്റെ ജിനു, അല്പം മാറി നിൽക്കേ. ഇങ്ങനെ നിന്നാലേ എനിക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? ചെറിയൊരു ദേഷ്യത്തോടെയായിരുന്നു ആദ്യം അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ സങ്കടം നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖത്ത് പ്രകടമാകുന്നത് ഷാനു ശ്രദ്ധിച്ചു. ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയത് മുതൽ അവളുടെ കോൾ അവൻ്റെ ഫോണിലേക്ക് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ദേഷ്യമാണ് ഇപ്പോൾ അവൻ അവിടെ കാണിച്ചത്. ഷാനുവിനെ എടുത്ത് ആദ്യം അകത്തേക്ക് കയറി പോകുമ്പോൾ ജിനു അവനെ നോക്കിയെങ്കിലും അവൻ മനഃപൂർവ്വം മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി. മാമ! അവർക്ക് പിന്നാലെ കയറിപ്പോകുന്ന മാമൻ അവളെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. എന്താ മോളെ, ഡോക്ടർ എന്താ പറഞ്ഞത്? അതൊക്കെ പറയാം ഇപ്പോൾ. മോള് പോയി അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. എന്തായാലും മോളെ പ്രാർത്ഥന പഠിച്ചോ കേട്ടിട്ടുണ്ട് കേട്ടോ. മുൻപോട്ട് നടന്നു പോകുന്ന അവൾ മാമൻ ലാസ്റ്റ് പറഞ്ഞ വാക്ക് കേട്ട് മാമനെ തന്നെ നോക്കി. അവൻ്റെ 2 കാലുകളും കാലിലെ വിരലുകളും ഇപ്പോൾ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പഠിച്ചോനെ, സത്യമാണോ മാമൻ പറയുന്നത്? അതോ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? ആ സമയം സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. മാമൻ മോളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട കാഴ്ചയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അതുകൊണ്ട് അവനിന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. ബാക്കിയെല്ലാം മോളോട് ആദ്യം പറഞ്ഞു തരും. ഡോക്ടർ അവനോടാണ് കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. എന്നാൽ ഞാൻ പോയി ഷാനുക്കാക്ക് കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ. മോള് പോകുമ്പോൾ മാമിയോട് എനിക്കും ആദിക്കും കഴിക്കാൻ എടുത്തു വെക്കാൻ പറ. അപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നല്ല വിശപ്പ്. ആ, ഞാൻ പറയാം. അവർ റൂമിലേക്ക് ചെല്ലുമ്പോൾ റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഡ്യൂട്ടിയെല്ലാം ജിനു ചെയ്തല്ലോ. ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ പോകുമ്പോൾ ഇവിടെ അയച്ചിട്ടുമുണ്ട് കാണുന്നില്ലല്ലോ. എല്ലാം മാറ്റുന്നതിൻ്റെ കൂടെ അതും മാറ്റിയോ? ആ, അത് ഞാൻ അലക്കാനെടുത്തു. പിന്നിൽ നിന്ന് ആ ശബ്ദം കേട്ട് ഷാനുവിൻ്റെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ കഴിക്കാൻ കൊണ്ടുവരട്ടെ? ഒരു 5 മിനിറ്റ് ഞാനൊന്ന് കിടക്കട്ടെ, എന്നിട്ട് മതി. ആദി, നിനക്കും മാമനും കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുളിക്കണം, എന്നിട്ട് ഞാൻ കഴിക്കൂ. ഗൗരവം വിടാതെ അവിടെ നോക്കാതെയായിരുന്നു അവൻ പറഞ്ഞത്. അത് കാണുമ്പോൾ ഷാനുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. എങ്കിൽ പോയി കുളിച്ചു വാ. നിനക്കും മാമനും ഒരുമിച്ച് കഴിക്കാം. ഷാഹി ഭക്ഷണം കഴിച്ചോ? ഇല്ല, അവൻ ഉറക്കമാണ്. അത് കുഴപ്പമില്ല. മാമനോട് അവനെ വിളിക്കാൻ പറ. ഇല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുമ്പോൾ അവനെ വിളിച്ചില്ലെന്നാവും പിന്നെയുള്ള പരാതി. ഞാൻ പറയാം. അവർക്ക് 3 പേർക്കുമുള്ള ഭക്ഷണം ടേബിളിൽ കൊണ്ടുവെക്കുമ്പോൾ ആദ്യം മാമനും കുളി കഴിഞ്ഞെത്തിയിരുന്നു. പിന്നെ മാമൻ പോയി ഷാഹിനെ വിളിച്ചു. മാമൻ വിളിച്ച ഉടനെ തന്നെ എതിർപ്പൊന്നും പറയാതെ വേഗം അവർക്കൊപ്പം ഇന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഷാനുവിന് ഭക്ഷണം കൊടുത്തില്ലേ മോളെ? ഇല്ല, ദേ കൊടുക്കാൻ പോവാ. വേഗം തന്നെ ഷാനുവിനുള്ള ഭക്ഷണവുമായി അവൾ മുകളിലേക്ക് പോയി. അവൾ ചെല്ലുമ്പോൾ അവൻ ബെഡിൽ ചാരിയിരിക്കുന്നുണ്ട്. ആദ്യം ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഷാനുവിനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തിയതാണ്. നീ ഭക്ഷണം കഴിച്ചോ ജിനു? ഇല്ല. എന്തിനാ ഞങ്ങൾ വരുന്നത് വരെ കാത്തിരുന്നത്? നിനക്കും മാമിക്കും കഴിക്കാൻ പാടില്ലായിരുന്നോ? വിശപ്പില്ലായിരുന്നു, അതുകൊണ്ടാ. നിന്റെ വിശപ്പില്ലായ്മ എന്താണെന്ന് എനിക്കറിയാം. ഇങ്ങനെ കൂർപ്പിച്ച് നോക്കണ്ട. ഞങ്ങൾ വരാൻ വൈകിയത് കൊണ്ടല്ലേ നിനക്ക് വിശപ്പില്ലാതെ പോയത്. ആ, ഇത് കഴിക്ക്, എന്നിട്ട് മതി സംസാരിക്കല്. കറിക്കൊക്കെ അസാധ്യ രുചിയാണല്ലോ. ആരാ ഉണ്ടാക്കിയത്? മാമിയാണോ? മാമിയൊന്നുമല്ല, ഞാനാ. അത് പറയുമ്പോൾ പെണ്ണ് ചുണ്ട് കൂർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാലോ നീയാണെന്ന്. പക്ഷേ നിൻ്റെ വായിൽ നിന്നും എന്താ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങനെ ചോദിച്ചത്. അത് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ സന്തോഷം കണ്ടില്ലേ? ഇഷ്ടമായോ? ഇഷ്ടമായിട്ടല്ലേ നിന്നെ ഞാൻ കിട്ടിയത്. കറികൾ ഇഷ്ടമായോ എന്നാ ചോദിച്ചത്. എൻ്റെ കരളിൻ്റെ കഷ്ണമായി എൻ്റെ പുന്നാര ഭാര്യയല്ലേ ഉണ്ടാക്കിയേ. പിന്നെ എങ്ങനെ ഇഷ്ടമാവാതിരിക്കും? അവളുടെ കവിളിൽ പിച്ചിക്കൊണ്ടായിരുന്നു അവൻ പറഞ്ഞത്. ഇന്നെൻ്റെ കെട്ടിയോനെ നല്ല സന്തോഷത്തിലാണല്ലോ. അതിൻ്റെ കാരണം എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? അതൊക്കെ നിന്നോട് ആദ്യം പറയൂട്ടോ. എനിക്ക് ഭക്ഷണം കഴിച്ചിട്ടൊന്ന് ഉറങ്ങണം. നല്ല ക്ഷീണടി, അതുകൊണ്ടാണ്. അപ്പോൾ മെഡിസിൻ കഴിക്കണ്ടേ? ഇല്ല, ഇന്നു മുതലേ ഉച്ചയ്ക്ക് മെഡിസിൻ ഇല്ല. ഇനി രാവിലെയും രാത്രിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ മാറ്റമുണ്ടല്ലേ ഷാനുക്ക? ഒത്തിരി മാറ്റമുണ്ട്. പഠിച്ചോ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു തുടങ്ങി. അവനത് പറഞ്ഞപ്പോൾ ഭക്ഷണം മാറ്റിവെച്ച് ഒരു കൈയാൽ അവനെ അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ നെറ്റിയിലൊന്ന് മുത്തി. ഇപ്പോൾ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ഇനി എൻ്റെ മുഖവും വായും കഴുകിത്താ.
എന്നിട്ട് നീ പോയി ഭക്ഷണം കഴിച്ചോ? ഇനി ബാക്കിയെല്ലാം ഞാൻ ആദ്യയോട് ചോദിച്ചോളാം. ബെഡിലേക്ക് കിടത്തി ഒന്നുകൂടെ അവൻ്റെ നെറ്റിയിൽ മുത്തിയതിനു ശേഷമാണ് അവൾ താഴേക്ക് ഇറങ്ങിപ്പോയത്. അവൾ ചെല്ലുമ്പോൾ മാമനും മാതിയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഷാഹി കഴിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ടേബിളിൽ ഇരിക്കുന്ന ബാക്കി വന്ന പാത്രങ്ങളെടുത്ത് കിച്ചണിലേക്ക് പോകുന്ന ജിനുവിനെ ഒന്ന് ചൂഴ്ന്നു നോക്കാനും അവൻ മറന്നില്ല. ആദി! ഉച്ചഭക്ഷണം കഴിഞ്ഞ് അവൻ്റെ റൂമിൽ കിടന്ന് ഫോണിൽ എന്തോ വീഡിയോ കണ്ടിരിക്കുകയെന്ന ആദി. അപ്പോഴാണ് ജിനു അവനെ വിളിച്ച് റൂമിലേക്ക് കയറി തന്നത്. എന്താ? ഫോണിൽ നിന്ന് മുഖം ഉയർത്താതെ അവൻ ചോദിച്ചു. എന്നോട് ദേഷ്യമാണോ? ആണെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലിൽ പോയ കാര്യമൊന്നും നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അതെന്താ, കിട്ടിയും പറഞ്ഞില്ലേ? ഇല്ല, നിന്നോട് ചോദിക്കാനാണ് പറഞ്ഞത്. എനിക്കിപ്പോൾ പറയാൻ സൗകര്യമില്ല. ദേ, കഴിഞ്ഞ ദിവസം പോലെ എന്നോട് കിട്ടിയ പോലെ കിട്ടിട്ടോ, ഇല്ലെങ്കിലേ മര്യാദക്ക് പറഞ്ഞോ. ഈ ജിനു ആരാണെന്ന് നിനക്കറിയാലോ? അത് കേട്ടതും ആദ്യം ചാടി എണീറ്റു. എൻ്റെ പൊന്നു ജിനു, മനസ്സമാധാനത്തോടെ ഒന്ന് ഫോൺ നോക്കാനും സമ്മതിക്കില്ലേ? ഞാൻ ചോദിക്കുന്നതിന് ആൻസർ പറഞ്ഞിട്ടേ നീ ഫോൺ നോക്കിയാൽ മതി. എന്താ ഇപ്പോൾ അറിയേണ്ടത്? ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? മാമൻ പറഞ്ഞു സന്തോഷിക്കാൻ വകയുണ്ടെന്ന്. എങ്കിൽ പിന്നെ മാമനോടൊക്കെ ചോദിച്ചാൽ പോരെ? എന്നെ ശല്യം ചെയ്യാൻ വരണോ? എനിക്ക് നീ പറഞ്ഞു തന്നാൽ മതി. അല്പം പോലും സമാധാനം തരുന്നിട്ടോ. അതിനെ അവൾ ആദ്യയെ നോക്കി ഒന്ന് എളിച്ചു കാണിച്ചു. മെഡിസിൻ്റെ കാര്യം സാറ് പറഞ്ഞില്ലേ? പറഞ്ഞു. അടുത്ത മാസം മുതലേ സാറിന് മരുന്നുകളൊന്നുമില്ല. അതെന്താ? ഇനി 1 മാസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണം. പോയാൽ 2 കാലിലെ പ്ലാസ്റ്ററും മാറ്റാം. അത് കഴിഞ്ഞാൽ പിന്നെ ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പിക്ക് ഇപ്പോൾ മെഡിസിനൊന്നും വേണ്ടല്ലോ. നേഴ്സാവാൻ പോകുന്ന നിന്നോട് ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ 2 കാലിലെ വിരലുകളും പതിയെ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റാണ്. കാരണം നമ്മളാരും പ്രതീക്ഷിച്ചതല്ലല്ലോ ഇത്ര പെട്ടെന്ന് മാറ്റം സംഭവിക്കുമെന്ന്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കാലിലെ നീര് വന്നതിൻ്റെ കാരണം എന്താ പറഞ്ഞത് ഡോക്ടർ? അത് പ്ലാസ്റ്റർ മുറുകി പോയത് കൊണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇനി ഇവിടുത്തെ ഉമ്മ എന്തെങ്കിലും ചോദിച്ചാലേ ഇതൊന്നും പറയാൻ പോകണ്ടട്ടോ. 1 മാസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അറിയാലോ അവരുടെ സ്വഭാവം. സാറിൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ച് നടക്കുന്നവരാണ് ആ ഉമ്മയും മോനും. ഇല്ല, ഞാനൊന്നും പറയില്ല. എനിക്കറിയാലോ അവരുടെ സ്വഭാവം. ഞാൻ എൻ്റെ ഉപ്പാനോട് പറയട്ടെ. ഇപ്പോഴത്തെ ഷാനുഖാൻ്റെ മാറ്റം ഉപ്പാനെ ഒരുപാട് സന്തോഷിപ്പിക്കും. അപ്പോൾ തന്നെ ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് പോയി അവൾ ഉപ്പാനെ വിളിച്ച് സംസാരിച്ചു. അവൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഉപ്പാനോട് പറയുമ്പോൾ കേട്ടു നിൽക്കുന്ന ആ ഉപ്പാൻ്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മോളെ, പഠിച്ചവൻ്റെ മോളെ കൈവിടില്ലെന്ന്. ഇനി വൈകാതെ തന്നെ പൂർണ്ണ ആരോഗ്യവാനായി അവൻ എഴുന്നേറ്റ് നടക്കും. മോള് പ്രാർത്ഥന പഠിച്ചവനെ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഈ സന്തോഷം ഉപ്പ ഉമ്മാനോടൊന്ന് പറയണേ. ഞാനിപ്പോൾ തന്നെ പറയാം. എന്നാൽ ശരി ഉപ്പ, ഞാൻ പിന്നെ വിളിക്കാം. പഠിച്ചോനെ, ഉപ്പ പറഞ്ഞതുപോലെ എൻ്റെ ഷാനുക്ക പൂർണ്ണ ആരോഗ്യവാനായി എത്രയും പെട്ടെന്ന് എണീറ്റ് നടക്കണേ. ഹലോ. തിരിഞ്ഞു നടക്കാൻ പോകുമ്പോഴാണ് പിന്നിൽ നിന്നുള്ള ശബ്ദത്തോടൊപ്പം തന്നെ അവളെ തോളിൽ വന്ന സ്പർശനവും അറിഞ്ഞവൾ ഞെട്ടലോടെ തിരിച്ചു നോക്കിയത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ അവൾ കാണുന്നത് അവൾക്ക് തൊട്ടുപിറകിൽ അവളെ തൊട്ടില്ല എന്ന പോലെ നിൽക്കുന്ന ഷാഹിയായിരുന്നു. അവനെ കണ്ടതും അവൾ വേഗം അല്പം പിന്നോട്ട് മാറി നിന്നു. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ട് തരുമോ എന്ന് ചോദിക്കാൻ വന്നതാ. വളരെ സൗമ്യമായിട്ടായിരുന്നു അവൻ സംസാരിച്ചത്. നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നോർത്ത് ഞാൻ ചായ ഇടാൻ കിച്ചണിൽ പോയി. പക്ഷെ തേയിലും പഞ്ചസാരയും ഉമ്മ വെക്കുന്ന സ്ഥാനത്ത് കാണുന്നില്ല. പിന്നെ നിൻ്റെ മാമിയാണേൽ മാമനൊപ്പം റൂമിൽ പോയി അവരെ വിളിക്കുന്നത് മോശമല്ലേ? അതാണ് വയ്യാത്ത കാലം വെച്ച് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വന്നത്. കുറച്ച് മുൻപല്ലേ ഇവൻ ഭക്ഷണം കഴിച്ചത്? അപ്പോഴേക്കും ചായ കുടിക്കാനായോ? ഇതെന്തെങ്കിലും ചതിയാവോ? എന്ത് ആലോചിക്കുന്നത്? ഞാൻ എന്തെങ്കിലും ചതി മനഞ്ഞു വന്നതാണെന്നാണോ? പേടിക്കണ്ട, ഇനി ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരില്ല. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അല്ലാതെ നിന്നെ വേദനിപ്പിക്കണമെന്ന് കരുതിയല്ല. എന്നാൽ ഞാൻ താഴേക്ക് പോവട്ടെ? നിനക്ക് പറ്റുമെങ്കിൽ ഒരു ചായ ഉണ്ടാക്കി തന്നേക്ക്. ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ ഉണ്ടാക്കി തരാം. അങ്ങനെ വൈക്ക് വാ മോളെ. ഇങ്ങനെയൊക്കെ സംസാരിച്ചാലേ നിൻ്റെ മനസ്സിൽ ഇടം നേടാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. പതിയെ ഇടം നേടി കഴിഞ്ഞാൽ നീ എന്നെ വിശ്വസിക്കും. നീ മാത്രമല്ല, ഇവിടെയുള്ളവരും. നിനക്ക് രക്ഷാകവചം തീർക്കാൻ ചുറ്റിലും ഒരുത്തനും ഉണ്ടാവില്ല. ആ അവസരമാവണം ഞാൻ മുതലെടുക്കേണ്ടത്.
കുറച്ച് വെയിറ്റ് ചെയ്താലും ഒരു ദിവസം നിന്നെ ഒന്ന് അറിയാൻ കഴിഞ്ഞാൽ മതി. അതിനു വേണ്ടിയാണ് ഈ ഷാഹിദ് വലവിരിച്ച് കാത്തിരിക്കുന്നത്. ഷാഹിദ് മനസ്സിലോർത്തു. ഷാഹിദ് താഴേക്ക് പോയെന്ന് കണ്ടതും അവൾ വേഗം ആദിയുടെ റൂമിലേക്ക് ഓടി. ഓടുമ്പോൾ ഷാനുവിനെ ഒന്ന് നോക്കാനും മറന്നില്ല. അവൾ ചെല്ലുമ്പോൾ അവൻ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് പാട്ടും കേട്ട് കണ്ണടച്ച് കിടക്കുകയാണ്. ആദി! കണ്ണടച്ച് കിടക്കുന്ന അവൾ വന്നതുപോലും അറിഞ്ഞിരുന്നില്ല. ആദി! ഇത്തവണ അവൾ അവനെ ഒന്ന് തട്ടി വിളിച്ചു നോക്കി. എന്താ? ഹെഡ്സെറ്റ് ചെവിയിൽ നിന്ന് മാറ്റാതെയായിരുന്നു അവൻ്റെ ചോദ്യം. നീ ഒന്ന് എൻ്റെ കൂടെ താഴേക്ക് വാ. എന്തേ? ഓ, ഇവനെ ഞാൻ ഇത് ചെവിയിൽ നിന്ന് ഊരി മാറ്റി. എന്നാലേ ഞാൻ പറയുന്നത് കേൾക്കൂ. സമാധാനത്തോടെ പാട്ട് കേൾക്കാനും സമ്മതിക്കൂലേ? എന്താ ഇപ്പോൾ വേണ്ടത്? നീ ഒന്ന് താഴേക്ക് വാ. എന്തിനെ? ആ ഷാഹിക്ക് ചായ വേണമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോവാൻ മടി. മാമനും മാമിയില്ലേ? ഇല്ല, അവർ റൂമിൽ ഉറക്കത്തിലാണ്. ഇവനല്ലേ കുറച്ചു മുമ്പേ ഒരു പ്ലേറ്റ് നിറയെ ചോറ് കുത്തിക്കയറ്റിയത്? അപ്പോഴേക്കും ചായ കുടിക്കാനായോ? ഇത് ചായക്ക് വേണ്ടി ഒന്നല്ല കേട്ടോ, നിന്നെ താഴെ വരുത്താനുള്ള ഐഡിയ ആണ്. എന്നോട് നല്ല മര്യാദയിലാണ് അവൻ സംസാരിച്ചത്. എൻ്റെ ജിനു, ഇങ്ങനെ പൊട്ടിയാവരുത് കേട്ടോ. ഇതൊക്കെ നിൻ്റെ മനസ്സിൽ ഇടം നേടാൻ അവൻ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ്. എത്ര തവണ നിന്നോട് അവൻ അപമര്യാദയായിട്ട് പെരുമാറി. അതൊക്കെ മറന്ന് ഒരു തവണ അവൻ നല്ലപോലെ സംസാരിച്ചപ്പോഴേക്കും അവനെ കണ്ണടിച്ച് വിശ്വസിച്ചോ? ഇത്ര പാവൊന്നും ആവരുത് കേട്ടോ, പ്രത്യേകിച്ച് സാറ് ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ. ഞാനിപ്പോൾ എന്താ വേണ്ടത്? നീ പറ. എന്തായാലും അവനോട് ചായ ഇട്ട് തരാൻ പറഞ്ഞു പോയില്ലേ? അപ്പോൾ പോയി ചായ ഉണ്ടാക്കി കൊടുക്ക്. നീയും കൂടെ വരുമോ? ഞാനല്ലല്ലോ അവനോട് ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞത്, നീയല്ലേ? പോയി ഇട്ട് കൊടുക്ക്. ഒന്ന് വാ ആദി പ്ലീസ്. അവൻ്റെ സ്വഭാവം അറിയുന്ന നീ എന്തിനാ അവനോട് പറഞ്ഞത് സമ്മതിക്കാൻ? അവന് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കൊടുക്കരുത്. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത അലവലാതിയാണ് അവൾ. മുൻപിൽ വന്ന് പറഞ്ഞപ്പോൾ നോ പറയാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് അവനത്തെ സ്വാതന്ത്ര്യം കാണിക്കുന്നത്. നീ ചെല്ലേ. അപ്പോൾ നീ വരില്ലേ? ദയനീയമായിട്ടായിരുന്നു ആ ചോദ്യം. എനിക്ക് വയ്യ. വന്നില്ലെങ്കിലും നീ ഒന്ന് അവിടേക്ക് നോക്കണേ. റൂമിൽ നിന്നിറങ്ങി പോകുമ്പോൾ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ പോയതിന് പിന്നാലെ ആദ്യം പോയി. അവൻ താഴേക്കിറങ്ങാതെ സ്റ്റെപ്പിൽ നിന്നും അവനെ വീക്ഷിക്കാൻ തുടങ്ങി. അവൻ ഹാളിൽ ടി വിയും കൊണ്ടിരിക്കുകയാണ്. ജിനു കിച്ചണിലേക്ക് പോകുമ്പോൾ അവളെ അടിമുടി സ്കാൻ ചെയ്യുന്നത് ആദ്യം നോക്കി കാണുന്നുണ്ടായിരുന്നു. ഇവൻ്റെയൊക്കെ കണ്ണടിച്ച് പൊട്ടിക്കണം. ഇവനെയാണോ മര്യാദയോടെ സംസാരിച്ചു എന്ന് അവൾ പറഞ്ഞത്? എന്ത്? ഇവനൊന്നും മര്യാദ എന്താന്ന് പോലും അറിയില്ല. സ്റ്റെപ്പിൽ നിന്ന് നോക്കിയാൽ കിച്ചണിലേക്ക് കാണില്ലെങ്കിലും ഷാഹിയെ ആദിക്ക് നല്ലതുപോലെ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഷാഹിയുടെ നോട്ടം കിച്ചണിലേക്ക് നീളുന്നുണ്ട്. അവന് ചായ കൊടുക്കുന്നത് വരെ ആദി അതേ നിൽപ്പ് തുടർന്നു. താങ്ക്സ്. ചായ അവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ചായ കൊടുത്ത ശേഷം അവൾ മുകളിലേക്ക് കയറി വരുന്നത് കണ്ടും ആദി വേഗം അവൻ്റെ റൂമിലേക്ക് ഓടി. ആദി നോക്കിയിരുന്നതൊന്നും അറിയാതെ അവൾ ഷാനുവിൻ്റെ റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. കുറച്ചു സമയം അവൾ ഉറങ്ങുന്ന ഷാനുവിനെ തന്നെ നോക്കി നിന്നു. പിന്നെ അടുത്തുള്ള ചെയർ നീക്കിയിട്ട് അവൻ്റെ ബെഡിനോട് അടുപ്പിച്ച് അതിലിരുന്നു. കുറച്ചു സമയം അവൾ അങ്ങനെ ഇരുന്നപ്പോൾ അവൾക്ക് കൺബോളുകൾ അടയുന്ന പോലെ തോന്നിയതും അവൾ ഷാനു കിടക്കുന്ന ബെഡിലേക്ക് തല ചായ്ച്ച് അവൻ്റെ ഒരു കൈ അവൻ്റെ വയറിന് മുകളിലേക്ക് വെച്ച് അങ്ങനെ കിടന്നു. ഷാനു ഉറക്കമുണരുമ്പോൾ കാണുന്നത് അവൻ്റെ വയറിന് മുകളിൽ കൈവച്ച് ബെഡിലേക്ക് തല ചായ്ച്ച് കിടക്കുന്ന പെണ്ണിനെയായിരുന്നു. അത് കണ്ടവൻ അവളെ നോക്കി പുഞ്ചിരിച്ച് ഇടത് കൈ കൊണ്ട് ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് പിടിച്ചു. കണ്ണടച്ച് അവനും അങ്ങനെ കിടന്നു. അതൊന്നും അറിയാതെ ഇപ്പോഴും അവൾ നല്ല ഉറക്കിലായിരുന്നു. എപ്പോഴോ ആദി ഡോറിൽ വന്ന് തട്ടുമ്പോഴാണ് ജിനു ഉറക്കമുണർന്നത്. ഉണർന്നു നോക്കുമ്പോൾ അവൾ കാണുന്നത് അവൻ്റെ വയറിന് മുകളിൽ വെച്ച അവളുടെ കയ്യിൽ അവൻ്റെ ഇടതു കൈയാൽ മുറുകെ പിടിച്ച് കിടക്കുന്നതാണ്. അരികിൽ നിന്ന് എണീറ്റ് പോവാൻ തോന്നുന്നില്ല. പോയില്ലെങ്കിൽ ആദി ഡോർ ചവിട്ടി പൊളിക്കും. അതുകൊണ്ട് ഞാൻ പോയി ഡോർ തുറക്കട്ടെ. അവൻ്റെ നെറ്റിയിലൊന്ന് മുത്തിയ ശേഷം അവൾ പോയി ഡോർ തുറന്നു. ഇതെല്ലാം ഷാനു അറിയുന്നുണ്ടായിരുന്നു. എന്താടാ ഡോർ തല്ലിപ്പൊളിക്കുന്നത്? നേരം പുലർന്നൊന്ന് പറയാൻ വന്നത് അടിയാൻ. ഒരു ചായ കിട്ടിയാൽ. അതിനവൾ അവനെ നോക്കി ചുണ്ട് കൊട്ടിയെന്ന് പറഞ്ഞു. എന്താണ് നിന്റെ മുഖത്തൊരു പുച്ഛം? നീ എന്നോട് മിണ്ടണ്ടടാ. ഞാനൊരു സഹായം ചോദിച്ചപ്പോൾ എന്തായിരുന്നു നിന്റെ ജാട? ഓ, അതാണോ കാര്യം? അവൻ മാന്യനായി എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ വരാതെ ഇരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നോട് സ്നേഹം സ്വന്തം പെങ്ങളാണെങ്കിൽ അവനെപ്പോലെ ഒരുത്തൻ്റെ മുൻപിലേക്ക് നീ എന്നെ പറഞ്ഞു വിടോ? അതുവരെ പരിഭവം നിറഞ്ഞവളുടെ മുഖത്ത് പെട്ടെന്ന് സങ്കടം വന്നുകൂടി. ആരാ പറഞ്ഞത്?
ഞാൻ അങ്ങോട്ട് വന്നിരുന്നു. താഴേക്ക് വന്നില്ലത് മാത്രം, ഞാൻ സ്റ്റെപ്പിൽ നിന്ന് എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. അത് കേട്ട് അവൾ നിറഞ്ഞു തുളുമ്പാറായ കണ്ണുനീർ തുള്ളികളെ അതിനെ അനുവദിക്കാതെ തുടച്ചു മാറ്റി ആദിയെ ഒന്ന് നോക്കി. എന്തേ, ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? ആയില്ലെങ്കിൽ വേണ്ട, വിശ്വസിപ്പിക്കാൻ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. എൻ്റെ കൂടെ പിറകാത്ത പോയ എൻ്റെ കൂടെ പിറപ്പാണ് നീ. അവൻ്റെ കവളിൽ പതിയെ ഒന്ന് തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അത് കേട്ട് ആദി അവളെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പെങ്ങളാവാനേ കൂടെ പിറക്കണമെന്നില്ല. സ്ത്രീ എന്ന വാക്കിനർത്ഥം തിരിച്ചറിഞ്ഞാൽ മതി. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.